വിദ്യാർത്ഥികളെ NAOS ഹോം സയൻസിൻ്റെ സീനിയർ സെക്കൻഡറിയുടെ ചാപ്റ്റർ 9 ഫുഡ് പ്രിസർവേഷൻ എന്ന ടോപ്പിക്കാണ്. ഫുഡ് പ്രിസർവേഷൻ എന്ന ടോപ്പിക്കിലെ മെയിൻ പോയിൻറ്റ്സ് നമ്മളൊന്ന് നോക്കുവാണ്. പല ആവർത്തി കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് വളരെ സഹായകമായിരിക്കും. എന്താണ് ഫുഡ് പ്രിസർവേഷൻ എന്ന് ആദ്യം മനസ്സിലാക്കാം. ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി മെത്തേഡ്സ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ഫുഡ് സ്പോയിലേജ്. ഒന്നാമത്തെ കാര്യം, ഫുഡിൻ്റെ സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ സ്വീകരിക്കുന്ന മെത്തേഡുകൾ. ഓൾസോ മെത്തേഡ്സ് വിച്ച് ഇൻക്രീസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ദ ഫുഡ് ഓർ സ്റ്റോറേജ് ലൈഫ് ഓഫ് ദ ഫുഡ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ കേടാവാതിരിക്കാനുള്ള ആ സമയം വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഫുഡ് ഐറ്റംസിൻ്റെ കേടാവാതെ ഷെൽഫിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സ്റ്റോറേജ് ലൈഫ് വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ. ഇത് രണ്ടുമാണ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. സോ ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഒന്ന് മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ഫുഡ് സ്പോയിലേജ്, രണ്ട് ടു ഇൻക്രീസ് ദ സ്റ്റോറേജ് ലൈഫ് ഓഫ് ഫുഡ്. ഇനി ഫുഡ് പ്രിസർവേഷന് പല രീതികളിൽ നമുക്കറിയാം. കോമൺ മെത്തേഡുകൾ നമുക്ക് സർവ്വസാധാരണമായി അറിയാവുന്നതാണ്. ഡ്രൈയിങ്, പിക്കിളിങ്, ഷുഗർ ഓർ സാൾട്ടിങ്, ദെൻ കൂളിങ്. അതായത് ഡ്രൈയിങ് ഒക്കെ നമുക്കറിയാം, റേസിൻസ് ഒക്കെ മുന്തിരി ഉണക്കിയാണ് ഉണ്ടാക്കുന്നത്. കേടാവാതിരിക്കുന്നു, ജലാംശമില്ലാതായാൽ ബാക്ടീരിയ ഇല്ലാതാവുന്നു. പിക്കിളിങ് അഥവാ അച്ചാർ ഉണ്ടാക്കലാണ് പിന്നെ മറ്റൊരു രീതി. നമ്മുടെ നാട്ടിലൊക്കെ മാമ്പഴം ഉണ്ടാകുമ്പോൾ അധികമായി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കേടാവാതിരിക്കാനായിട്ട് അച്ചാറിട്ട് സൂക്ഷിക്കാറുണ്ട്. ധാരാളം കാര്യങ്ങൾ അങ്ങനെ പിക്കിളിങ് ചെയ്യാറുണ്ട്. ദെൻ ഷുഗറിങ് അല്ലെങ്കിൽ സാൾട്ടിങ്ങോ വേറൊരു മെത്തേഡാണ്. കാരണം പഞ്ചസാരയ്ക്കാണെങ്കിലും ഉപ്പിനാണെങ്കിലും ജലാംശത്തെ വലിച്ചെടുക്കാനായിട്ട് കഴിവുണ്ട്. തീർച്ചയായിട്ടും ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ അത് വളരെ സ്ലോ ഡൗൺ ആക്കാനായിട്ട് കാരണമാകുന്നു. തണുപ്പിക്കൽ, റെഫ്രിജറേഷൻ, ഇതൊക്കെ കോമൺ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡുകളാണ് നമുക്കറിയാം. ഫുഡ് ക്യാൻ സ്പോയിൽ ഡ്യൂ ടു ബാക്ടീരിയ, ഫംഗായ്, ഈസ്റ്റ്, മോയ്സ്ചർ, ഇൻസെക്ട്സ് ആൻഡ് ഇംപ്രോപ്പർ സ്റ്റോറേജ് കണ്ടീഷൻസ്. ഫുഡ് സ്പോയിൽ ആവാനുള്ള കണ്ടീഷൻസ് ഒന്ന് ബാക്ടീരിയ ആണ്, വേറൊന്ന് ഫംഗൈ ആണ്, വേറൊന്ന് ഈസ്റ്റാണ്, വേറൊന്ന് മോയ്സ്ചറാണ്. ഇൻസെക്റ്റുകളും ഫുഡിനെ കേടാക്കും. പിന്നെ സൂക്ഷിക്കുന്നത് നല്ലതല്ലാത്ത സ്റ്റോറേജ് കണ്ടീഷനിലാണെങ്കിലും ഭക്ഷണം കേടാവും. സോ പ്രിസർവേഷൻ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി, ടേസ്റ്റ് ആൻഡ് ന്യൂട്രീഷൻ ഓഫ് ഫുഡ് ഫോർ എ ലോങ്ങർ പീരീഡ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രിസർവേഷൻ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്? ഫുഡിൻ്റെ ക്വാളിറ്റി, ടേസ്റ്റ്, ന്യൂട്രീഷൻ. അത് ലോങ്ങർ പീരീഡിലേക്ക് ഇത് നശിക്കാതെ കേടാവാതെ ഇരിക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ ആണ് നമ്മൾ അടുത്ത ടോപ്പിക്ക്. ഇറ്റ് റെഡ്യൂസസ് വേസ്റ്റേജ് ആൻഡ് എക്കണോമിക് ലോസ്. ഭക്ഷണം പെട്ടെന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ, ഗ്രെയിൻസ് ഒക്കെ ഗോഡൗണുകളിൽ, ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഗോഡൗണുകളിൽ ഒത്തിരി ചാക്ക് അരി ഇരുന്ന് നശിച്ചുപോയി, അല്ലെങ്കിൽ ഗോതമ്പ് നശിച്ചുപോയി, പുഴുവരിച്ചു പോയി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും എക്കണോമിക് ലോസ് ആണ് രാജ്യത്തിനത്. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു പ്രൊഡ്യൂസ് കിട്ടുന്ന വർഷങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന് അതൊക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഒത്തിരി ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യാൻ സാധിക്കും. ഇന്ത്യയുടെ GDP ഉയർത്താൻ സാധിക്കും. നോക്കൂ, രാജ്യത്തിന് തന്നെ അത് ഒരു വലിയ നഷ്ടമാണ് എങ്ങനെയാണെങ്കിൽ കേടാവാതെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൈവശമില്ല എങ്കിൽ. സോ ഫുഡ് പ്രിസർവേഷൻ മേക്സ് സീസണൽ ഫുഡ്സ് അവൈലബിൾ ത്രൂ ഔട്ട് ദി ഇയർ. സീസണൽ ഫുഡ് നമുക്ക് ത്രൂ ഔട്ട് ദി ഇയർ അവൈലബിൾ ആക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാരണം ചില ഫുഡ് ഐറ്റംസ് സമ്മർ സീസണിലേക്ക് അവൈലബിൾ ആകുന്നവയുണ്ട്, ചിലത് മൺസൂൺ സീസണിലായിരിക്കും ധാരാളമായിട്ട് ഉണ്ടാവുക. എന്നാൽ മറ്റു ചിലത് വിൻ്റർ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ളവയുണ്ട്. തീർച്ചയായിട്ടും ഇത് മറ്റ് സീസണുകളിലൊന്നും തന്നെ ഇതിൻ്റെ പ്ലെൻറ്റി ഓഫ് അവൈലബിലിറ്റി ഉണ്ടാവണം എന്നില്ല. സോ നമുക്ക് ഏറ്റവും നന്നായിട്ട് അവൈലബിൾ ആകുന്ന സീസണിൽ അത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ, ലഭിച്ചിട്ട് അത് സ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് സീസണുകളിലും നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് ലഭ്യമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഫുഡ് പ്രിസർവേഷൻ പ്രിവെൻറ്റ്സ് ഫുഡ് പോയ്സണിങ് ആൻഡ് കണ്ടാമിനേഷൻ. ഫുഡ് പ്രിസർവേഷൻ്റെ വേറൊരു ഗുണമാണ് ഫുഡ് പോയ്സണിങ് ഇല്ലാതാവുന്നു, അങ്ങനെ അതിനെ തടയുന്നു. കണ്ടാമിനേഷൻ, ഭക്ഷണത്തിൻ്റെ കേടാവലിനെ തടയുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. മാത്രമല്ല അതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഭക്ഷണം നമുക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്. ഒരു ലോറിയിൽ മാമ്പഴം കൊണ്ടുപോകുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് അത് അച്ചാർ പാക്കറ്റുകളാക്കി കൊണ്ടുപോകുന്നത്. എത്ര ഈസിയാണ്, അതിൻ്റെ സൈസ് തന്നെ റെഡ്യൂസ് ആകുന്നു. അല്ലെങ്കിൽ ആപ്പിൾ ഒരു ലോറി കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലതാണ് അത് ആപ്പിൾ ജാമാക്കി മാറ്റിയിട്ട് സൂക്ഷിക്കുമ്പോഴും അത് വണ്ടിയിൽ കൊണ്ടുപോകുന്നതിനും അത് ഷെൽഫിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും ഒക്കെ എളുപ്പമാകുന്നു. So food preservation is crucial for expanding the shelf life of perishable items, making global trade possible and ensuring food security. ലോകമെമ്പാടുമുള്ള കച്ചവടം, ഇൻ്റർനാഷണൽ ട്രേഡിന് അത് സഹായകരമാകുന്നു.
കാരണം ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് കപ്പലിലോ അല്ലെങ്കിൽ വിമാനത്തിലോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ കേടാവാതിരിക്കണം. സോ മൈക്രോബയൽ ആക്ഷൻ അതിനെ സ്ലോ ഡൗൺ ചെയ്യണം. ബൈ സ്ലോയിങ് ഡൗൺ മൈക്രോബയൽ ഗ്രോത്ത് ആൻഡ് എൻസൈമാറ്റിക് ഡീക്കേ, എൻസൈമുകൾ പഴങ്ങളിലൊക്കെ അത് പഴം പഴുക്കാനായിട്ട് പാകമാകാനായിട്ട് വേണ്ടുന്ന എൻസൈമുകൾ പ്രകൃതിയാലെ തന്നെ അതിനുള്ളിലുണ്ട്. അപ്പം അത് അമിതമായി പഴുക്കുകയും പിന്നീട് പെട്ടെന്ന് ചീത്തയായി പോകാനും വരെയും ഈ പഴങ്ങളിലുള്ള എൻസൈമുകൾ സഹായിക്കും. സോ അത് ഡീക്കേക്ക് കാരണമാവും, അതായത് അഴുകലിന് കാരണമാവും, കേടാവലിന് കാരണമാവും, ചീഞ്ഞു പോകലിന് കാരണമാവും. സോ പ്രിസർവ്ഡ് ഫുഡ്സ് ക്യാൻ സർവൈവ് ലോങ് ഹാൾ ട്രാൻസ്പോർട്ടേഷൻ വിതൗട്ട് സ്പോയിലിംഗ് ആൻഡ് ക്യാൻ ബി സേഫ്ലി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ കൺസംഷൻ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രിസർവ്ഡ് ഫുഡ്, അത് പിക്കിളിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ജാം ഉണ്ടാക്കലാവട്ടെ, കാനിങ് ആവട്ടെ, സാൾട്ടിങ് ആവട്ടെ, ഷുഗറിങ് ആവട്ടെ, ഏത് മെത്തേഡ് ആയാലും കൊള്ളാം, അല്ലെങ്കിൽ ജെല്ലിയോ മറ്റോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണെങ്കിലും ശരി, അത് കേടാവാതിരിക്കുന്നു. ബൈ പ്രിവെൻറ്റിങ് ഫുഡ് ഫ്രം സ്പോയിലിംഗ് ഡ്യൂറിങ് ട്രാൻസിറ്റ്, വണ്ടിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ കേടാവാതിരിക്കുന്നതിന് അത് തടയുന്നത്. ആൻഡ് എക്സ്റ്റെൻഡഡ് സ്റ്റോറേജ്, വീണ്ടും കുറേ നാൾ കൂടി ഷെൽഫ് ലൈഫിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോൾ അത് കേടാവാതിരിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് പ്രിസർവേഷൻ ലിമിറ്റ്സ് പോസ്റ്റ് ഹാർവസ്റ്റ് വേസ്റ്റ്, എന്ന് വെച്ചാൽ നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അത് കേടാവാതെ ഇരിക്കുന്ന കേടാവുന്നതിനെ തടയുന്നു. പ്രിസർവേഷൻ അതിനെ ലിമിറ്റ് ചെയ്യുന്നു. വിച്ച് ഈസ് ഇക്കണോമിക്കലി ബെനിഫിഷ്യൽ. ഇത് നമുക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കാൽഭാഗമെങ്കിലും കാർഷികോൽപ്പന്നങ്ങളോ പഴങ്ങളോ കേടായിപ്പോയാലോ കർഷകന് വലിയ നഷ്ടമല്ലേ ഉണ്ടാവുക. സോ അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്ന കച്ചവടക്കാരന്, ട്രാൻസ്പോർട്ടേഷൻ വിഭാഗത്തിനൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. സോ അതുകൊണ്ട് അത് നമുക്ക് എക്കണോമിക്കലി ബെനിഫിഷ്യലാണ്, എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. സോ ഫുഡ് പ്രിസർവേഷൻ്റെ മറ്റൊരു ഗുണം, ഇറ്റ് എൻഷേഴ്സ് ഫുഡ് സെക്യൂരിറ്റി ഡ്യൂറിങ് എമർജൻസീസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. ഭക്ഷ്യക്ഷാമം നേരിടാതെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് ഈ രീതി നല്ലതാണ്. ഒരു അടിയന്തര ഘട്ടങ്ങളൊക്കെ, യുദ്ധകാലഘട്ടങ്ങളിലൊക്കെ ഭക്ഷണം ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടുണ്ടാകും, കൃഷി നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് ധാരാളം കാർഷികോൽപ്പന്നങ്ങൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഫുഡ് പ്രിസർവേഷൻ്റെ നല്ല മെത്തേഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ഇറ്റ് മെയിൻറ്റെയിൻസ് ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ടേസ്റ്റ്. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് കോസസ് ഫുഡ് സ്പോയിലേജ്. ഇനി എന്തൊക്കെയാണ് ഫുഡ് സ്പോയിലേജിൻ്റെ കാരണങ്ങളെന്ന് നോക്കാം. മൈക്രോബയൽ ആക്ഷൻ നമ്മൾ പറഞ്ഞു, മൈക്രോ ഓർഗാനിസംസ് ഭക്ഷണത്തെ കേടാക്കുന്നു. ഈർപ്പം അല്ലെങ്കിൽ അമിതമായ ചൂട്, ഇതൊക്കെ ഭക്ഷണത്തെ കേടാക്കുന്നു. നമുക്കറിയാം, ഫുഡ് ഐറ്റംസ് പെട്ടെന്ന് ചീത്തയായി പോകുന്നു. മോൾഡ്, അത് ഹൈ ആസിഡ് ഫുഡുകളിലാണ് എപ്പോഴും മോൾഡുകൾ രൂപപ്പെടുക. ബാക്ടീരിയ ലോ ആസിഡ് ഫുഡുകളിൽ രൂപപ്പെടുന്നുണ്ട്. പിന്നെ വേറെ ഒന്നാണ് ഫംഗൈ. അതുപോലെ തന്നെ വേറെ ഒന്നാണ് ഈസ്റ്റ്. ഓക്കെ, ഹയർ ഷുഗർ കണ്ടൻറ് ഉള്ളതിൽ ഈസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ബാക്ടീരിയ ആണ് നമ്മൾ. ബാക്ടീരിയ, ഫംഗൈ ആൻഡ് ഈസ്റ്റ് ഗ്രോ റാപ്പിഡ്ലി ഇൻ മോയിസ്റ്റ് ആൻഡ് വാം കണ്ടീഷൻസ് ആൻഡ് സ്പോയിൽ ഫുഡ്. ഈർപ്പമുള്ള അവസ്ഥയിൽ, ചിലപ്പോൾ ചൂട് ഉള്ള അവസ്ഥയിലൊക്കെ വളരുന്നു, അതിവേഗം വളരുന്നു. ഗ്രോ റാപ്പിഡ്ലി, അതിവേഗം വളരുന്നു. ആൻഡ് സ്പോയിൽ ഫുഡ്. മോയ്സ്ചർ എങ്ങനെയാണ്? ഹൈ മോയ്സ്ചർ എൻകറേജസ് ദ ഗ്രോത്ത് ഓഫ് ജേംസ് ആൻഡ് മോൾഡ്സ്. ജേംസിൻ്റെയും മോൾഡിൻ്റെയും ഗ്രോത്തിനെ ഹൈ മോയ്സ്ചർ എൻകറേജ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? വൈ മോയ്സ്ചർ ഡ്രൈവ്സ് ഗ്രോത്ത്. എന്തുകൊണ്ടാണ് മോയ്സ്ചർ ഈ ബാക്ടീരിയൽ ഗ്രോത്തിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണങ്ങളുണ്ട്. റാപ്പിഡായിട്ടുള്ള റിപ്രൊഡക്ഷൻ അതിനകത്ത് സാധ്യമാണ്. മോൾഡ് ആൻഡ് മിൽഡ്യൂ ഒൺലി നീഡ് എ ഡാം സർഫസ്. മോൾഡിനും മിൽഡ്യൂവിനും ഒക്കെ ഒരു ഡാം സർഫസ് മാത്രം മതി, ഒരു ഈർപ്പമുള്ള സർഫസ് ഓർ ഹൈ ഹ്യൂമിഡിറ്റി ടു ആക്ടിവേറ്റ് ആൻഡ് ബിഗിൻ മൾട്ടിപ്ലൈയിങ്. അത് ആക്ടിവേറ്റ് ആവാനായിട്ട്, അത് പെരുകുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത് തുടങ്ങാനായിട്ടൊക്കെ ഒരു ചെറിയ ഈർപ്പം മതി. ഓഫൺ എസ്റ്റാബ്ലിഷിംഗ് ദംസെൽസ് ഇൻ ആസ് ലിറ്റിൽ ആസ് 24 to 48 hours. 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് അത് ആ പറ്റിപ്പിടിച്ച സ്ഥലത്ത് അതിൻ്റെ ഇരിപ്പിടം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. മോൾഡും മിൽഡിയും വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ കൊണ്ട് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. മോൾഡ് എന്ന് പറയുന്നത് ഗ്രീൻ, റെഡ്, വൈറ്റ്, ബ്ലാക്ക്, അല്ലെങ്കിൽ അങ്ങനെ പല കളറിലൊക്കെ ഉണ്ടാകും. നോർമലി മിൽഡ്യൂ അങ്ങനെയല്ല, യൂഷ്വലി വൈറ്റ് ഓർ ഗ്രേ ആണ്. ചിലപ്പോൾ അത് സ്വല്പം മഞ്ഞപ്പും ഉള്ള രീതിയിലും കണ്ടുവരാറുണ്ട് മിൽഡ്യൂ. അപ്പിയറൻസ് നോക്കാം. മോൾഡിൽ ഒരു ഫസി അപ്പിയറൻസ് ആണ്, അല്ലെങ്കിൽ വെൽവെറ്റി ടെക്സ്ചർ പോലെ തോന്നും, വിത്ത് റേസ്ഡ് സ്പോട്ട്സ്. അല്പം ഉയർന്ന ഫർ പോലെ ഉയർന്ന സ്പോട്ടുകൾ. ഇനി അതായത് മുകളിൽ നിന്ന് ഇത്തിരി പൊങ്ങി നിൽക്കും സർഫസിൽ നിന്ന്.
മിൽഡ്യൂ പൗഡറി ഓർ ഡൗണി ടെക്സ്ചറാണ്, ഫ്ലാറ്റാണ്, അങ്ങനെ റേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഉയർന്നു കാണുന്നില്ല, പരന്ന് കിടക്കുന്ന പൊടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ മിൽഡ്യൂ വരുമ്പോഴും ഉണ്ടാവുന്നത്. അത് പൗഡർ പോലെ ഇരിക്കും. ഇനി ലുക്ക് എങ്ങനെയാണ് നോക്കാം. മോൾഡ് ഓഫൺ അപ്പിയേഴ്സ് ആസ് ഡാർക്ക് ഫസി പാച്ചസ് ഓർ സ്പോട്ട്സ്. ഡാർക്ക് സ്പോട്ട്സ് പോലെയാണ് മോൾഡ് ഉണ്ടാവണതെങ്കിൽ, മിൽഡ്യൂ ഉണ്ടാവുന്നത് ലൈറ്റ് പൗഡറി ഗ്രോത്ത് ആണ്. ഏർലി സ്റ്റേജസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കോമൺ സർഫസുകൾ മോൾഡിൻ്റെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫുഡ് ഐറ്റത്തിൻ്റെ മുകളിലൊക്കെ മോൾഡ് ഉണ്ടാവാറുണ്ട്, ബ്രെഡ്, എസ്പെഷ്യലി ബ്രെഡ്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ മോൾഡ് ഉണ്ടാവാറുണ്ട്. ഡാമ്പ് ആയിട്ടുള്ള വാൾ, അതായത് ചില മതിലിലൊക്കെ ഈർപ്പം അടിക്കില്ലേ, ഈർപ്പം അടിച്ച് കഴിയുമ്പോൾ അവിടെ മോൾഡ് ഉണ്ടാവാറുണ്ട്. വുഡിലുണ്ടാവാറുണ്ട്, ഫാബ്രിക്സിൽ മോൾഡ് ഉണ്ടാവാറുണ്ട്. ഇനി മിൽഡ്യൂ നോക്കാം. പ്ലാന്റ്സ്, അതായത് പ്ലാന്റ് ലീവ്സിൽ മിൽഡ്യൂ ഉണ്ടാവുന്നു, സ്റ്റെംസിൽ, ഡാം ഏരിയാസിലൊക്കെ ഉണ്ടാവുന്നു. ഷവർ, വിൻഡോ എന്നിവിടങ്ങളുടെ അവിടെയൊക്കെ കോമൺ സർഫസ് ആണ് ഇത് കാണുന്നത്. ഹെൽത്ത് റിസ്ക് നോക്കാം. ക്യാൻ കോസ് അലർജി, മോൾഡ് കൊണ്ട് അലർജി ഉണ്ടാവും. അപ്പോൾ മിൽഡ്യൂവും അലർജി തന്നെ ഉണ്ടാവും. കോസ് റെസ്പിറേറ്ററി ഇഷ്യൂസ്, അത് മോൾഡിനും അതെ മിൽഡ്യൂവിനും അതെ കോമൺ ആണ്. അതുപോലെ തന്നെ ആൻഡ് അതർ ഹെൽത്ത് പ്രോബ്ലംസ്. ഇനി ഹെൽത്ത് റിസ്ക് അപ്പോൾ ഈ റെസ്പിറേറ്ററി അവസ്ഥ, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും. ഇനി സ്പോർ ആക്ടിവേഷൻ നോക്കാം. മോൾഡ് സ്പോർസ് ആർ നാച്ചുറലി പ്രസൻറ്റ് എവരിവെയർ. മോൾഡ് സ്പോർസ് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ട്. ഇൻ ദ എയർ ബട്ട് റിമെയിൻ ഡോർമെൻറ്റ് അൺടിൽ ദ ലാൻഡ് ഓൺ ആൻ ഓർഗാനിക് മെറ്റീരിയൽ വിത്ത് എ മോയ്സ്ചർ സർഫസ്. ഒരു മോയ്സ്ചർ സർഫസിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് വരെ ഈ സ്പോർ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു നടക്കും, നമുക്ക് കാണാൻ പറ്റില്ല, വളരെ മൈന്യൂട്ടാണ്. സോ മോൾഡിൻ്റെ സ്പോറ് എങ്ങനെയാണ്? സ്പോർസ് ഇൻ ദ എയർ. മോൾഡ് സ്പോർസ് ആർ എവരിവെയർ ഇൻ ദ എയർ, ഇൻവിസിബിൾ ടു ദ നേക്കഡ് ഐ. നമ്മുടെ സൂക്ഷ്മ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ മോൾഡിൻ്റെ സ്പോർ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഇത് പോയി വന്നിട്ട് ഒരു ഭക്ഷണത്തിൽ വന്നാലോ, ബ്രെഡ് തുറന്നു വെച്ചിരിക്കുന്നു, ഒരു കേക്ക് സ്ലൈസ് അവിടെ വെച്ചിരിക്കുന്നു, അതിലേക്ക് വന്ന് വീണാലോ ലാൻഡിങ് ആണ്. സ്പോർസ് ലാൻഡ് ഓൺ ആൻ ഓർഗാനിക് മെറ്റീരിയൽ സച്ച് ആസ് ഫുഡ്, വുഡ് ഓർ ഫാബ്രിക്. ഫുഡിൽ വീഴാം, വുഡിൽ വീഴാം, ഫാബ്രിക്കിൽ വീഴാം. ഇതൊക്കെ അവിടെ കേടാക്കുന്ന കാര്യങ്ങളായി മാറുന്നത്. ഡോർമെൻ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ തൽക്കാലം ആക്റ്റീവ് അല്ലാതിരിക്കുന്ന കണ്ടീഷനാണ് അൺടിൽ മോയ്സ്ചർ. എപ്പോഴെങ്കിലും ഒരു തുള്ളി വെള്ളം അവിടെ വീണോട്ടെ, അപ്പോൾ അത് ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു. കേട്ടോ, സ്പോർസ് റിമെയിൻ ഡോർമെൻറ്റ് അൺടിൽ മോയ്സ്ചർ ഈസ് പ്രസൻറ്റ് പ്രൊവൈഡിങ് ദ റൈറ്റ് കണ്ടീഷൻസ് ടു ഗോ. അപ്പോൾ അതിന് വളരാനുള്ള നല്ല അനുകൂലമായ അവസ്ഥയാണ് വെള്ളത്തുള്ളികൾ അവിടെ വീഴുക എന്നുള്ളത്. ദെൻ ഗ്രോത്ത് ആരംഭിക്കുകയായി. വിത്ത് മോയ്സ്ചർ ആൻഡ് ഓർഗാനിക് മാറ്റർ സ്പോർസ് ആക്ടിവേറ്റ്. മോയ്സ്ചറും ഓർഗാനിക് മാറ്ററും രണ്ടും കൂടി ആകുമ്പോൾ, ഓർഗാനിക് മാറ്റർ ഇപ്പോൾ ഈ ബ്രെഡ് പീസ് അല്ലെങ്കിൽ കേക്ക് പീസ് തന്നെ മതിയല്ലോ, അത് ഓർഗാനിക് മാറ്ററാണ്. ഇനി മോയ്സ്ചറും കൂടി വീണപ്പോഴോ അത് ഫാസ്റ്റായി, സ്പോർസ് ആക്ടിവേറ്റ് ആകുന്നു, ഗ്രോ ആകുന്നു, ആൻഡ് സ്പ്രെഡ് ആസ് മോൾഡ്. അങ്ങനെ ആ സ്പോർ മോൾഡായി വളരുന്നു. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, മോൾഡ് സ്പോർസ് ആർ ഓൾവേസ് ഇൻ ദെയർ, എപ്പോഴും ഇത് അന്തരീക്ഷത്തിലുണ്ട്. ബട്ട് ദേ നീഡ് ഫുഡ് ഓർ ഓർഗാനിക് മെറ്റീരിയൽ, ഒരു കാര്യം. രണ്ട്, മോയ്സ്ചർ, എന്തിന്? ടു ഗ്രോ, വളരാനായിട്ട്. സോ മോയ്സ്ചർ ഒഴിവാക്കിക്കൊണ്ടാണ് ഫുഡ് ഐറ്റംസ് എപ്പോഴും സൂക്ഷിക്കേണ്ടത്, ഈർപ്പം വീഴാനേ പാടില്ല. ആൻഡ് മോൾഡ് സ്റ്റേസ് ഡോർമെൻ്റ്. അപ്പോൾ മോൾഡ് ഉണ്ടാവും, പക്ഷെ അത് ആക്റ്റീവ് ആകില്ല, ഡോർമെൻ്റ് ആയിട്ട് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരിക്കും, നിദ്രാവസ്ഥയിലായിരിക്കും. അതാണ് ഡോർമെൻ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്ടീരിയൽ പ്രൊലിഫറേഷനെ കുറിച്ച്. ബാക്ടീരിയ ത്രൈവ് ബെസ്റ്റ് ഇൻ മോയിസ്റ്റ്, വാം ആൻഡ് ന്യൂട്രിയൻ്റ് റിച്ച് എൻവയോൺമെൻറ്റ്സ്. ബാക്ടീരിയ എവിടെയാണ് ത്രൈവ് ചെയ്യുന്നത്, തഴച്ചു വളരുന്നത്? മോയിസ്റ്റ്, വാം, ന്യൂട്രിയൻ്റ് റിച്ച് എൻവയോൺമെൻറ്റിലൊക്കെ ബാക്ടീരിയ ഉണ്ടാകും. എയറും ഓക്സിഡേഷനും ഒക്കെ കൊണ്ട് മറ്റൊരു തരത്തിൽ ഭക്ഷണം കേടാവുന്നുണ്ട്, ബാക്ടീരിയൽ പ്രൊലിഫറേഷൻ കൂടാതെ. റാൻസിഡിറ്റി ഓക്സിഡേഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. ഓയിലി ഫുഡ് ഐറ്റംസ് ഒക്കെ അല്ലേ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമ്മൾ ചേർത്തുകൊണ്ടാണ് റാൻസിഡിറ്റി തടയുന്നത്. എണ്ണ കറച്ചു പോവുക എന്ന് പറയും. സോ എക്സ്പോഷർ ടു ഓക്സിജൻ ചേഞ്ചസ് ദ കളർ, ടേസ്റ്റ് ആൻഡ് സ്മെൽ ഓഫ് ഫുഡ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജനുമായിട്ടുള്ള എക്സ്പോഷറാണ്. അപ്പോൾ എണ്ണ പോലുള്ള ഐറ്റംസിനൊക്കെ എന്ത് ചെയ്യുന്നു? ഈ റാൻസിഡിറ്റി ഉണ്ടാവും. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? വെൻ പ്രൊഡ്യൂസ് ഈസ് കട്ട്, ഡാമേജ്ഡ് ഓർ ബ്രൂയിസ്ഡ്. നമ്മുടെ ഭക്ഷണ പദാർത്ഥം മുറിച്ച് വെച്ചിരിക്കുമ്പോൾ, ഡാമേജ് ആകുമ്പോൾ, അല്ലെങ്കിൽ അത് ചതവ് പറ്റുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പഴവർഗ്ഗങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഒന്ന് ചതവ് പറ്റിയാൽ അവിടെ ആദ്യം കേടാവുന്ന കണ്ടിട്ടില്ലേ? എൻസൈംസ് ലൈക്ക് പോളിഫെനോൾ ഓക്സൈഡ്, അതൊക്കെ ഇൻസൈഡ് ദ പ്ലാന്റ് സെൽ, അത് ആ ചെടിയുടെ പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ്. ഇൻട്രാക്ട് വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുന്നു. ഇതിനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഈ ഓക്സിഡേഷൻ ആ പഴങ്ങൾ അല്ലെങ്കിൽ ചെടിയുടെ ഇലയോ ഏത് ഭാഗവും ആവട്ടെ പെട്ടെന്ന് കേടാവാൻ കാരണമാണ് നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ഭാഗം.
ദ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ദ റിയാക്ഷൻ കൺവേർട്സ് സ്പെസിഫിക് ഫെനോളിക് കോമ്പൗണ്ട്സ് ഇൻ ടു ഡാർക്ക് കളേർഡ് മെലാനിൻ പിഗ്മെൻറ്റ്സ്. ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഫെനോളിക് കോമ്പൗണ്ടുകൾ ഇരുനിറമുള്ള മെലാനിൻ പിഗ്മെൻ്റായി മാറുകയും ഇപ്പോൾ ഏത്തപ്പഴത്തിനൊക്കെ കണ്ടിട്ടില്ലേ, എവിടെയെങ്കിലും ചതവ് തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കറുത്തു വരുന്നതാണ്, ബാക്കി ഭാഗങ്ങളൊക്കെ യെല്ലോ കളർ തന്നെ ഇരിക്കും. സോ കോമൺ എക്സാമ്പിൾസ് ഫ്രഷ്ലി സ്ലൈസ്ഡ് ആപ്പിൾസ്. പെട്ടെന്ന് ആപ്പിള് നോക്കുക, മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കറുത്തു പോകാറില്ലേ മെലാനിൻ പിഗ്മെൻറ്റുകൾ കൊണ്ട്. അവക്കാഡോ മുറിച്ച് വെച്ചാൽ, ആൻഡ് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചാൽ ടേണിംഗ് ബ്രൗൺ ഓൺ എക്സ്പോഷർ ടു എയർ. സോ ഓക്സിഡേഷൻ ആണത്, ഓക്സിഡേഷൻ ഓഫ് ലിപ്പിഡ്സ്. അതായത് എണ്ണ പോലുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന കേടാവലിനെ റാൻസിഡിറ്റി എന്നാണ് പറയുന്നത്. എണ്ണ കറച്ചു പോവുക എന്ന് പറയും, അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ കറച്ചു പോവുക എന്നൊക്കെ നമ്മൾ പറയും. അതാണ് കാര്യം. സോ റാൻസിഡിറ്റി ഈസ് ദ സ്പോയിലേജ് ഓഫ് ഓയിലി ഫുഡ് ആൻഡ് ഓയിൽസ് ഡ്യൂ ടു ഓക്സിഡേഷൻ വിച്ച് പ്രൊഡ്യൂസസ് അൺപ്ലസൻറ്റ് സ്മെൽ. അത് നമുക്ക് എങ്ങനെ ഇത് കാറച്ചതെന്ന് അറിയാൻ പറ്റുക, അല്ലെങ്കിൽ ഇത് കേടായി റാൻസിഡായി എന്ന് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? മണത്ത് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും, അൺപ്ലസൻറ്റ് സ്മെല്ലുണ്ടാവും. ടേസ്റ്റ് രുചിച്ച് നോക്കുമ്പോഴും കറച്ച സ്മെല്ലുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ റെഡ്യൂസസ് ന്യൂട്രീഷണൽ വാല്യൂ കുറയുന്നു. എങ്ങനെയാണ് റാൻസിഡിറ്റി സംഭവിക്കുന്നത്? നമ്മൾ ഫ്രഷ് ഓയിൽ അല്ലെങ്കിൽ ഓയിലി ഫുഡ് അത് എന്ത് ചെയ്യുന്നു, എക്സ്പോസ് ആയിട്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്നു. അപ്പോൾ ഓക്സിജൻ ആക്ട് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും ആക്ട് ചെയ്യുമ്പോൾ ഓയിലിന് ചേഞ്ച് ഉണ്ടാകുന്നു, ഓക്സിഡേഷൻ സംഭവിക്കുന്നു. എൻ്റെ നിറം തന്നെ മാറി വരുന്നത് നോക്കുക. ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ മറ്റൊരു രൂപത്തിലേക്കും നിറത്തിലേക്കും ഒക്കെ മാറുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. റാൻസിഡിറ്റി ഉണ്ടോ എന്നുള്ളതിൻ്റെ സൈൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഓയിലിൽ ഡാർക്കർ കളറായി മാറുന്നു, അൺപ്ലസൻറ്റ് സ്മെല്ലുണ്ടാകുന്നു, ഷാർപ്പ് സോർ സ്മെല്ലുണ്ടാകുന്നു, ബിറ്റർ ഓർ സ്റ്റെയിൽ ടേസ്റ്റ് ഉണ്ടാകുന്നു, കേടായ അല്ലെങ്കിൽ കയ്പുള്ള രുചി ഉണ്ടാകുന്നു, തിക്ക് ഓർ സ്റ്റിക്കി ടെക്സ്ചർ ഉണ്ടാകുന്നു. അതിൻ്റെ ടെക്സ്ചർ തന്നെ അങ്ങ് മാറുന്നു. ഇനി ഓയിലി ഫുഡ് ഐറ്റംസ് നോക്കുക. എണ്ണയിൽ വറുത്ത പലഹാരങ്ങളിലും ഇതേപോലെ തന്നെ കറച്ചു പോകാറുണ്ട്. സ്റ്റെയിൽ ഓർ പെയിൻറ്റ് ലൈക്ക് ഓർഡർ, ഒരുതരം പെയിൻറ്റ് പോലത്തെ ഗന്ധം അല്ലെങ്കിൽ കേടായ ഗന്ധം. ബിറ്റർ ഓർ ഓഫ് ടേസ്റ്റ്, കയ്പുള്ള അല്ലെങ്കിൽ കൊള്ളില്ലാത്ത രുചി. ഡിസ്കളറേഷൻ, കളർ മാറല്. ലെസ് ക്രഞ്ചി ടെക്സ്ചർ, അത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഫുഡായിരിക്കാം, പക്ഷെ അത് എന്ത് ചെയ്യുന്നു, ഒരുതരം റബ്ബർ പോലെ ആയി പോകുന്നു. ഇതൊക്കെ ഓയിലി ഫുഡ് ഐറ്റത്തിന് സംഭവിക്കാം റാൻസിഡിറ്റി കൊണ്ട്. സോ ഓയിലി ഫുഡ്സ് ആർ ക്രഞ്ചി ആൻഡ് ഹാവ് പ്ലസൻറ്റ് അരോമ. സാധാരണ ഓയിലി ഫുഡിന് ക്രഞ്ചി ആയിരിക്കും, അതുപോലെ തന്നെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഗന്ധം ഉണ്ടാകും. ഭക്ഷണ പദാർത്ഥങ്ങൾക്കുള്ള കഴിക്കാൻ തോന്നുന്ന ഒരു ഗന്ധത്തെ നമ്മൾ അരോമ എന്ന് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത്. ഓയിൽ ആൻഡ് ഫുഡ് സ്റ്റാർട്ട്സ് ടു ബ്രേക്ക് ഡൗൺ അറ്റ് ദ മോളിക്കുലർ ലെവൽ. ഓയിലും ഫുഡ് ഓക്സിഡേഷൻ എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ആകുന്നു. ഓക്സിഡേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ആരംഭിക്കുന്നു. അതിൻ്റെ ഫ്ലേവർ ഓഫ് ആകുന്നു, അതിൻ്റെ ഗന്ധം ഓർഡർ ഓഫ് ആകുന്നു, അതിൻ്റെ കളറേഷനും മാറുന്നു എന്നുള്ളതാണ്. ഞാൻ ആൻസർ ആയി കഴിയുമ്പോൾ ഓയിലി ഫുഡ് ബിക്കം സ്റ്റെയിൽ, സ്മെൽ ബാഡ് ആൻഡ് മേ ബി ഹാംഫുൾ. ബാഡ് സ്മെല്ല് വരുന്നു, ഹാംഫുൾ ആകുന്നു. ഇത് കണ്ടില്ലേ, ഫ്രഷ് ഓയിലും റാൻസർ ഓയിലും തമ്മിൽ വ്യത്യാസം, ഫ്രഷ് നട്ടും റാൻസിഡ് നട്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. സോ എന്തുകൊണ്ടാണ് കൺസ്യൂമിങ് റാൻസിഡ് ഓയിൽ ഓർ ഫുഡ് ക്യാൻ കോസ് ഇൻഡൈജഷൻ, ദഹനക്കേട് ഉണ്ടാവാം, നൗസിയ ആൻഡ് മേ ലീഡ് ടു ലോങ് ടൈം ഹെൽത്ത് റിസ്ക്. അതുപോലെ തന്നെ പ്രിവെൻറ്റ് റാൻസിഡിറ്റി പ്രിവെൻറ്റ് ചെയ്യുക. സ്റ്റോർ ഓയിൽ ആൻഡ് ഓയിലി ഫുഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് ഉപയോഗിക്കുക, സൂക്ഷിക്കുക. ഹീറ്റിൽ നിന്നും ലൈറ്റിൽ നിന്നും മോയ്സ്ചറിൽ നിന്നും ദൂരെ അകറ്റി നിർത്തുക. ലൈറ്റ് പോലും അടിക്കാൻ പാടില്ല, ഹീറ്റ് പാടില്ല. ഹീറ്റ്, ലൈറ്റ്, മോയ്സ്ചർ, ഓക്സിജൻ, ഇതൊക്കെ അതിന് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വയ്ക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രോസസ്സ് എന്താണ്? ഓക്സിജൻ മോളിക്യൂൾസ് അറ്റാക്ക് ദ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പ്രസൻറ്റ് ഇൻ ഫാറ്റ് ആൻഡ് ഓയിൽ. ഫാറ്റിലും ഓയിലിലുമുള്ള അപൂരിതമായിട്ടുള്ള ഫാറ്റി ആസിഡുമായിട്ട് ഓക്സിജൻ മോളിക്യൂൾ പ്രവർത്തിക്കുന്നതാണ് ഈ റാൻസിഡിറ്റിക്ക് കാരണം. ഓവർ ടൈം ദിസ് ബ്രേക്സ് ദ ഫാറ്റ്സ് ഡൗൺ ഇൻ ടു വൊളാറ്റൈൽ ഫൗൾ സ്മെല്ലിംഗ് കോമ്പൗണ്ട്സ്. കുറേ നാൾ കഴിയുമ്പോൾ ഇത് വറ്റിപ്പോകാവുന്ന ദുർഗന്ധം ഉണ്ടാകുന്ന കോമ്പൗണ്ടായി മാറും. സച്ചാസ് ആൽഡിഹൈഡ്സ് ആൻഡ് കിയോട്ടോൺസ്. കീറ്റോൺ എന്നും ആൽഡിഹൈഡ് എന്നൊക്കെ പറയുന്ന പദാർത്ഥങ്ങളായിട്ട് കോമ്പൗണ്ടുകൾ, ദുർഗന്ധമുള്ള കോമ്പൗണ്ടുകളായി മാറുന്നു. ദ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഡെവലപ്സ് ആൻ അൺപ്ലസൻറ്റ് സ്റ്റെയിൽ ഓർ ഓഫ് സ്മെൽ, ഓക്കെ, അല്ലെങ്കിൽ ഓഫ് ടേസ്റ്റ്. എ കോമൺ കണ്ടീഷൻ കോമൺലി റെഫേർഡ് ടു ആസ് റാൻസിഡിറ്റി. ആ കണ്ടീഷനെയാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയുന്നത്. കോമൺ എക്സാമ്പിൾസ് ഫ്രൈഡ് ഫുഡ്, നട്ട്, കുക്കിംഗ് ഓയിൽ,
ഒക്കെ കേടായി പോവാം. ബട്ടർ ഗോയിങ് ബാഡ് വെൻ ലെഫ്റ്റ് അൺസീൽഡ്. സീൽ ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കേടായി പോകുന്നത് കാണാൻ സാധിക്കുന്നു. ടെമ്പറേച്ചറും ഒരു വില്ലനാണ്, വേറൊന്ന് പോലെ ഓക്സിഡേഷൻ ഒരു വില്ലനാണ് ഭക്ഷണം കേടാകുന്നതിലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചൂട് നോക്കൂ, ഇത് കണ്ടില്ലേ, ഈ 4 ഡിഗ്രിക്ക് മുകളിൽ 60 ഡിഗ്രി വരെയുള്ള ചൂട് ബാക്ടീരിയയ്ക്ക് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും. ബാക്ടീരിയ റാപ്പിഡ് ഗ്രോത്ത് നടക്കുന്ന ടെമ്പറേച്ചറാണ്, അതുകൊണ്ട് ഇതിന് ഡേഞ്ചർ സോൺ എന്നാണ് പറയുന്നത്. എന്നാൽ ഫ്രോസൺ ഫുഡ് ഐറ്റംസ് നമ്മൾ ഈ 18 ഡിഗ്രി സെൽഷ്യസ് അതൊക്കെയാണ് കേടാവാതിരിക്കാനായിട്ട് നോക്കുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ നോക്കാം. വെരി ഹൈ ടെമ്പറേച്ചർ സ്പീഡപ്പ് സ്പോയിലേജ് റിയാക്ഷൻസ്. വെരി ഹൈ ടെമ്പറേച്ചർ സ്പോയിലേജ് റിയാക്ഷനെ സ്പീഡപ്പ് ആക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. സോ ടെമ്പറേച്ചർ റേഞ്ച് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നു തെർമോമീറ്ററിൻ്റെ ഡയഗ്രാം നമ്മൾ നോക്കാം. നമുക്ക് ഹോട്ട് എന്ന കണ്ടീഷൻ, ഇതിപ്പോൾ 60 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിട്ടാണ് ഹോട്ട് എന്ന കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അത് ആണ് വേറൊരു കാര്യം. അത് ഡേഞ്ചർ സോണാണ്. ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രിക്ക് മുകളിൽ ഓക്കെ ഭക്ഷണം അധികം കേടാവാതിരിക്കും എന്നുള്ളതാണ്. എന്നാൽ 60 ഡിഗ്രിക്ക് താഴെ 4 ഡിഗ്രി വരെയുള്ളത് ഡേഞ്ചർ സോൺ തന്നെയാണ് പറയണം. 60 ഡിഗ്രിക്കും 4 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള സോൺ എന്ന് പറയുന്നത് ഡേഞ്ചർ സോണാണ്. ഇനി അടുത്ത് നോക്കുക, റെഫ്രിജറേഷൻ 4 ഡിഗ്രിക്ക് താഴെയാണ്. 0 ഡിഗ്രി വരെയുള്ളത് തീർച്ചയായിട്ടും അത് റെഫ്രിജറേഷൻ്റെ ഒരു ടെമ്പറേച്ചർ ലെവലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നു. ഫ്രീസിങ് എന്ന് പറയുന്നത് അവിടെ 0 ഡിഗ്രിയിലും ബിലോയ്ക്ക് പോകും, 18 ഡിഗ്രി. ഇവിടെയാണ് ഏറ്റവും അധികം ബാക്ടീരിയയെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ ആക്ഷനെ മൾട്ടിപ്ലിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. സോ 60 ഡിഗ്രി എബവ് ആണെങ്കിൽ ലോ റിസ്ക്കേ ഉള്ളൂ, കാരണം ബാക്ടീരിയക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അതേസമയം 40 ഡിഗ്രി 60 ഡിഗ്രിക്കും 4 ഡിഗ്രിക്കും ഇടയ്ക്ക് ഹയർ റിസ്ക്കാണ് ഉള്ളത് ഭക്ഷണം കേടാവാനായിട്ട്, ഫുഡ് സ്റ്റെയിലാവാനായിട്ട് അല്ലെങ്കിൽ റാൻസിഡ് ആവാനായിട്ടൊക്കെ. ഇനി 0 ഡിഗ്രിക്കും 4 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് അത് ലോ റിസ്ക് ആണ്, പക്ഷേ കേടാവും, പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ കുറയും എന്നേ ഉള്ളൂ ബാക്ടീരിയയുടെ. ഇനി 18 ഡിഗ്രി വരെയുള്ള 0 ഡിഗ്രി ടു 18 ഡിഗ്രി ആണെങ്കിൽ വെരി ലോ റിസ്ക് ആണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടാവുന്നതിന് കാരണമായിട്ട് പറയുന്നത്. സോ ഇൻസെക്റ്റുകളും റോഡൻറ്റുകളും, അപ്പോൾ ടെമ്പറേച്ചർ ഒരു റീസണാണ്. ഇനി അടുത്തതാണ് ഇൻസെക്റ്റുകളും റോഡൻറ്റുകളും. റോഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലി, മുയൽ പോലുള്ള ജീവികളൊക്കെയാണ് നമ്മൾ റോഡൻസ് എന്ന് പറയുന്നത്. പ്രാണികൾ ഇങ്ങനെയുള്ള കറന്നു തിന്നുന്ന ജീവികളും ഭക്ഷണത്തെ കേടാക്കാറുണ്ട്. ഫ്ലൈസ്, കോക്രോച്ചസ്, റാറ്റ്സ് ആൻഡ് ഇൻസെക്ട്സ് കണ്ടാമിനേറ്റ് ഫുഡ്. ഫ്ലൈസ്, കോക്രോച്ച്, റാറ്റ്, ഇൻസെക്റ്റ് ഇതൊക്കെ ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യും. പുവർ ഹൈജീൻ ആണ് വേറൊരു കാര്യം. വളരെ മോശമായിട്ടുള്ള ഹൈജീൻ, അതും ഭക്ഷണത്തെ കേടാക്കും. ഡർട്ടി യൂട്ടൻസിൽസ്, അൺക്ലീൻ കിച്ചൺസ് ആൻഡ് അൺസേഫ് ഹാൻഡ്ലിംഗ് സ്പ്രെഡ് കണ്ടാമിനേഷൻ. അൺസേഫ് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ഇതൊക്കെ കണ്ടാമിനേഷനെ സ്പ്രെഡ് ആക്കുന്നു എന്നുള്ളതാണ്. ഇനി പുവർ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡർട്ടി യൂട്ടൻസിൽസ്, വൃത്തിയില്ലാത്ത ഭക്ഷണ പാത്രങ്ങളോ സ്പൂണുകളോ കത്തികളോ ഒക്കെ ഉപയോഗിക്കുന്നത് അടുക്കളയിൽ. ഫുഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഗ്രീസ് ലെഫ്റ്റ് ഓൺ യൂട്ടൻസിൽസ് അലൗ ജേംസ് ടു ഗ്രോ. അപ്പോൾ യൂട്ടൻസിൽസിൽ എന്തെങ്കിലും എണ്ണയോ ഗ്രീസോ ഒക്കെ അല്ലെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഫുഡിനെ കണ്ടാമിനേറ്റ് ആക്കും. അൺക്ലീൻ കിച്ചൺസ് തീർച്ചയായിട്ടും. ഡർട്ടി സർഫസസ്, സിങ്സ് ആൻഡ് ക്ലോത്ത്സ് ഹാർബർ ജേംസ്. ജേംസിന് വന്നിരിക്കാനുള്ള ഒരു സ്ഥിരം താവളമായി മാറും അതൊക്കെ. ആൻഡ് ക്യാൻ ട്രാൻസ്ഫർ ടു ഫുഡ് ഈസിലി. അത് എന്നിട്ട് ആ ഫുഡ് ഐറ്റത്തിലേക്ക്, അവിടെ കൈകാര്യം ചെയ്യുന്ന ഫുഡ് ഐറ്റത്തിലേക്ക് അത് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ആവും. ഇനി അൺസേഫ് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ്. ടച്ചിങ് ഫുഡ് വിത്ത് അൺവാഷ്ഡ് ഹാൻഡ്സ്, കൈ കഴുകാതെ ഫുഡിനെ തൊടുന്നത്. കഫിങ്, സ്നീസിങ് ഓർ ഇംപ്രോപ്പർ ഫുഡ് സ്റ്റോറേജ്, നമ്മൾ അടുക്കളയിൽ നിന്ന് ചുമയ്ക്കുന്നത്, തുമ്മുന്നത്, അതുപോലെ തന്നെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഇംപ്രോപ്പർ ആണെങ്കിലൊക്കെ ഇത് കണ്ടാമിനേഷന് കാരണമാവുന്നു. അതാണ് അൺസേഫ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ഹൗ കണ്ടാമിനേഷൻ സ്പ്രെഡ്സ്, കണ്ടാമിനേഷൻ എങ്ങനെ പകരാം എന്ന് നോക്കാം. ജേംസ് ഓൺ ഡർട്ടി യൂട്ടൻസിൽസ്, അഴുക്കുള്ള പാത്രങ്ങളിൽ ജേംസ് ഇരിക്കാം. സോ ജേംസ് വിൽ അൾട്ടിമേറ്റ്ലി ട്രാൻസ്ഫർ ടു ദ ഫുഡ് ഐറ്റത്തിലേക്ക് അത് മാറും. ദെൻ ജേംസ് ഓൺ ഡർട്ടി സർഫസസ്, നമുക്ക് നമ്മുടെ കട്ടിംഗ് ടേബിൾ, കട്ടിംഗ് ബോർഡ് അല്ലെങ്കിൽ നൈഫ് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാചക പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിലേക്ക് കൂടെയും ജേംസ് ഫുഡിലേക്ക് ട്രാൻസ്ഫർ ആവാം. പിന്നെ ജേംസ് ഓൺ ഹാൻഡ്സ് ഓർ ഫ്രം കഫിങ്, നമ്മുടെ കയ്യിൽ നമുക്ക് ജലദോഷവും ചുമയൊക്കെ ഉള്ള സമയത്താണ് കയ്യിൽ ഒക്കെ നമ്മൾ കവർ ചെയ്ത് പിടിച്ചിട്ടൊക്കെയാണ് ചുമയ്ക്കുക. പലപ്പോഴും അതിൻ്റെ ഒപ്പം തന്നെ പാചകവും കൂടി നടക്കുന്നുണ്ടെങ്കിലോ, നമ്മൾ വീട്ടിൽ ഒക്കെ അധികം ഒരുപക്ഷെ അത് വീട്ടിലുള്ള 2-3 ആളുകളെ ബാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു
ഹോട്ടൽ ജോലിക്കാരനാണ് എങ്കിൽ, ഹോട്ടലിലെ ഷെഫിനാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ, അദ്ദേഹം വളരെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി ഒരു വലിയ സമൂഹത്തെ മുഴുവനും അസുഖത്തിലേക്ക് കൊണ്ടുവിടാനായിട്ട് ഇത് കാരണമാവും. സോ ജേംസ് വിൽ ട്രാൻസ്ഫർ ടു ഫുഡ്. ഇനി ഇതിൻ്റെയൊക്കെ പോസിബിൾ കോൺസിക്വൻസ് പറയാം. മനം പുരട്ടൽ അഥവാ ഛർദ്ദിക്കാൻ വരൽ, ഓക്കാനം, നൗസിയ, വോമിറ്റിക്, ഡയറിയ, ദെൻ സ്റ്റൊമക് ക്രാംസ്, ഫീവർ, ഇതൊക്കെ ഉണ്ടാകുന്നു. ഫുഡ് സ്പോയിലേജ് ലും കലാശിക്കും. അതാണ് വേറൊരു ആഫ്റ്റർ എഫക്റ്റ്. ഭക്ഷണത്തിൽ എന്ത് കേടുണ്ടാക്കും? അൺപ്ലസൻറ്റ് സ്മെല്ലുണ്ടാകും, ബാഡ് ടേസ്റ്റ് ഉണ്ടാകും, ഡിസ്കളറേഷൻ വരും, ടെക്സ്ചർ ചേഞ്ച് ആകും, ഫുഡ് വേസ്റ്റും സംഭവിക്കും. ഇനി ഹെൽത്ത് റിസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സിവിയർ കേസസ് can lead to dehydration, hospitalization, or even life-threatening conditions, especially in children, elderly, and immunocompromised individuals. പ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്ക് ഇത് വലിയ പ്രശ്നം സൃഷ്ടിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. സോ ഗുഡ് ഹൈജീനുള്ള പ്രാക്ടീസ് എന്തൊക്കെയാണ്? വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ ഹാൻഡ്ലിംഗ് ഫുഡ്. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈ കഴുകുക നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച്. കീപ് യൂട്ടൻസിൽസ്, സർഫസസ് ആൻഡ് കിച്ചൺ ക്ലീൻ. യൂസ് ക്ലീൻ ആൻഡ് സേഫ് വാട്ടർ. Store food at a proper temperature. Cover food and protect food items from dust and pest. നല്ല പാഠം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്. ഗുഡ് ഹൈജീൻ ഉണ്ടോ, സേഫ് ഫുഡ് നമുക്ക് അവിടെ ഉണ്ടാവും, ഗുഡ് ഹെൽത്തും ഉണ്ടാവും. ഒരു വീട്ടിൽ ഗുഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, സേഫായിട്ട് അവിടുത്തെ ഫുഡ് നമുക്ക് വിശ്വസിക്കാം. ദെൻ അതുപോലെ തന്നെ അവിടെ നല്ല ആരോഗ്യം ആൾക്കാർക്കുണ്ടാകും. ഓൾവേസ് കീപ് യുവർ കിച്ചൺ യൂട്ടൻസിൽസ് ആൻഡ് ഹാൻഡ്സ് ക്ലീൻ ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ആൻഡ് സ്റ്റേ ഹെൽത്തി. കൈ കഴുകുക സോപ്പ് ഉപയോഗിച്ച് എപ്പോഴും. അടുക്കള പാത്രങ്ങൾ അതുപോലെ തന്നെ ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സാധിക്കും. ഫുഡ് പ്രിസർവേഷൻ്റെ മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ പറയുക. അതായത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറേ മെത്തേഡുകളാണ്. ഡ്രൈയിങ്, റെഫ്രിജറേഷൻ, ഫ്രീസിങ്, സാൾട്ടിങ്, ഉപ്പിട്ട് സൂക്ഷിക്കൽ, ഷുഗറിങ്, അതുപോലെ തന്നെ ജാം ജെല്ലിയൊക്കെ ഉണ്ടാക്കുന്ന ഷുഗറിങ് ആണല്ലോ. ക്യാനിങ് എന്ന് വെച്ചാൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നത്. പാസ്ചറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് 100 ഡിഗ്രിയിലേക്ക് ചൂടാക്കി ലൂയി പാസ്ചർ കണ്ടുപിടിച്ചതാണ്. ഫെർമെൻറ്റേഷൻ, യൂസ്ഫുൾ മൈക്രോ ഓർഗാനിസംസ് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താം. പാല് പുളിപ്പിച്ച് തൈരാക്കുന്ന, ഇഡലി ഉണ്ടാക്കുന്നത്, ഇഡലി മാവ്, ഇതൊക്കെ ഫെർമെൻറ്റേഷൻ ആണല്ലോ. അപ്പോൾ ഫുഡിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആകാനോ ഒക്കെ നമ്മളിത് ഉപയോഗിക്കും. ഇനി പിക്കിളിംഗ് ആണ്, അച്ചാർ ഉണ്ടാക്കൽ. ഓയിൽ, വിനെഗർ, സാൾട്ട്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്, വെജിറ്റബിൾ എന്നിവയൊക്കെ കേടാവുന്നത് തടയുന്നു. കെമിക്കൽ പ്രിസർവേറ്റീവുകളും ഉപയോഗിക്കാറുണ്ട്. സോഡിയം ബെൻസോവേറ്റ് പോലുള്ളവ. E211 എന്ന് പറയുന്നത് സോഡിയം ബെൻസോവേറ്റിനെ ഇൻ്റർനാഷണലി പറയുന്നതാണ്. E211 is the European food additive code for sodium benzoate, a synthetic preservative used globally to prevent the growth of bacteria, mold and yeast in acidic foods. acidic ഫുഡിൽ ഈ ബാക്ടീരിയയുടെയും മോൾഡിൻ്റെയൊക്കെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാണ്. It is highly priced for extending the shelf life of highly acidic and perishable items. highly acidic ആയിട്ടുള്ള പെരിഷബിൾ ഐറ്റത്തിൻ്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടി. സോഡിയം ബെൻസോവേറ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് in the food, beverage and pharmaceutical industries. ഫുഡിൽ, ബിവറേജിൽ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ അത് നന്നായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഫുഡ്, പിക്കിള്, ജെല്ലി, ജാം, സാലഡ് ഡ്രസ്സിങ്സ് ആൻഡ് സോയ സോസിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോഡിയം ബെൻസോവേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ബിവറേജിൽ കാർബണേറ്റഡ് സോഡാസും ഫ്രൂട്ട് ജ്യൂസസിലുമാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം സോഡ ഉണ്ടാക്കുമ്പോൾ അത് കേടാവാതിരിക്കാനായിട്ട് E211 എന്ന് പറയുന്ന സോഡിയം ബെൻസോവേറ്റ് ഉപയോഗിക്കാറുണ്ട്. ഫ്രൂട്ട് ജ്യൂസസിലുണ്ട്, കോസ്മെറ്റിക്സിലുണ്ട്, മൗത്ത് വാഷിൽ, ടൂത്ത് പേസ്റ്റിലൊക്കെ E211 എന്ന് പറയുന്ന സോഡിയം ബെൻസോവേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. മോയ്സ്ചറൈസറിലുണ്ട്, ബേബി വൈപ്പുകളില്ലേ, കുഞ്ഞുങ്ങളുടെ മുഖങ്ങളൊക്കെ തുടക്കാനായിട്ട്, ദേഹമൊക്കെ തുടക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അതിനകത്തും E211 ഉപയോഗിക്കാറുണ്ട്. ഇനി മെഡിക്കേഷൻസ് നോക്കുക. ലിക്വിഡ് ഫോർമുലേഷൻസ് ലൈക്ക് കഫ് സിറപ്പ് പോലുള്ള ലിക്വിഡ് ഫോർമേഷനുകളിലും E211 നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഡ്രൈയിങ് ആണ്. റിമൂവിങ് വാട്ടർ ഫ്രം ഫുഡ് ബൈ സൺലൈറ്റ് ഓർ മെഷീൻസ് ആണ്. സൺലൈറ്റ് ഉപയോഗിച്ച് പഴയ കാലത്തും, എന്നാൽ ഇപ്പോൾ ആധുനിക ലോകത്ത് യന്ത്രങ്ങൾ ഉപയോഗിച്ചും ജലാംശത്തെ വറ്റിക്കുന്ന രീതിയാണ്. ഡ്രൈ ഫുഡ് ലൈക്ക് ഗ്രെയിൻസ്, ഫിഷ് ആൻഡ് ഫ്രൂട്ട്സ് ലാസ്റ്റ് ലോങ്ങർ. ഡ്രൈ ഫുഡ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. റെഫ്രിജറേഷൻ ആണ് രണ്ടാമത് നമ്മൾ പറഞ്ഞത്. ഫുഡ് ഈസ് സ്റ്റോർഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ടു സ്ലോ ഡൗൺ ബാക്ടീരിയൽ ഗ്രോത്ത്. മൂന്നാമത്തേത് ഫ്രീസിംഗ് ആണ്. ഫുഡ് ഈസ് സ്റ്റോർഡ് ബിലോ ഫ്രീസിംഗ് പോയിന്റ് ടു സ്റ്റോപ്പ് സ്പോയിലേജ് കംപ്ലീറ്റ്ലി. ദെൻ അപ്പോൾ ഫ്രീസിങ് തീർച്ചയായിട്ടും ഫ്രീസറിൽ സൂക്ഷിക്കലാണ്. സാൾട്ടിംഗ് ആണ്. സാൾട്ട് റിമൂവ്സ് മോയ്സ്ചർ ആൻഡ് പ്രിവെൻറ്റ്സ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. നെക്സ്റ്റ് ഷുഗറിംഗ് ആണ്. ഷുഗർ പ്രിവെൻറ്റ്സ് ജാംസ്, ജെല്ലീസ് ആൻഡ് സിറപ്സ് ബൈ റെഡ്യൂസിങ് മോയ്സ്ചർ.
ഷുഗർ, ജാം, ജെല്ലി, സിറപ്പ് എന്നിവയിലൊക്കെ ഷുഗറിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതിലൊക്കെയാണ് ജാം, ജെല്ലി, സിറപ്പ് മോയ്സ്ചറിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. കാരണം ഷുഗറിന് മോയ്സ്ചറിനെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ക്യാനിങ് ആണ്. ഫുഡ് ഈസ് സീൽഡ് അറ്റ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആഫ്റ്റർ ഹീറ്റിങ്ങിന് ശേഷം അതിൽ കംപ്ലീറ്റ് ബാക്ടീരിയയും ഡെഡ് ആയതിനു ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ കൈയോടെ ക്യാൻ ചെയ്ത് വെക്കുന്നു. പിന്നീട് അത് കേടാവുന്നില്ല. പാസ്ചറൈസേഷൻ. മിൽക്ക് ഈസ് ഹീറ്റഡ് അറ്റ് എ കൺട്രോൾഡ് ടെമ്പറേച്ചർ ടു ഡിസ്ട്രോയ് ഹാംഫുൾ ബാക്ടീരിയ. ഇനി ഫെർമെൻറ്റേഷൻ ആണ്. യൂസ്ഫുൾ മൈക്രോ ഓർഗാനിസംസ് ആർ യൂസ്ഡ് ടു പ്രിസർവ് ആൻഡ് ഇംപ്രൂവ് ഫുഡ്. ഫുഡിനെ ഇംപ്രൂവ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും നമ്മൾ ഫെർമെൻറ്റേഷൻ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ. ഇപ്പോൾ ഇഡലി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ പാല് പുളിപ്പിച്ച് തൈര് ഉണ്ടാക്കുന്നതൊക്കെ ഫെർമെൻറ്റേഷൻ ആണ്. ഇനി പിക്കിളിംഗ് ആണ്. ഓയിൽ, വിനെഗർ ഓർ സാൾട്ട് ഈസ് യൂസ്ഡ് ടു പ്രിസർവ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും കേടാവാതിരിക്കാൻ പിക്കിളിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നു. ചോദ്യം ഇങ്ങനെ വരാം അല്ലേ, പിക്കിളിംഗ് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് സാധാരണയായി? ജനറലി അത് ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനുമാണ് പിക്കിളിംഗ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. കെമിക്കൽസ് ലൈക്ക് സോഡിയം ബെൻസോയേറ്റ്, E211 ഇൻക്രീസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ദ ഫുഡ് ഐറ്റം. ഫുഡ് ഹൈജീനെ കുറിച്ചും സേഫ്റ്റിയെ കുറിച്ചുമാണ് നമുക്ക് അടുത്തായി മനസ്സിലാക്കാനുള്ളത്. ഫുഡ് ഹൈജീൻ മീൻസ് കീപ്പിംഗ് ഫുഡ് ക്ലീൻ ആൻഡ് സേഫ് ഫ്രം കണ്ടാമിനേഷൻ. ഫുഡ് കണ്ടാമിനേഷൻ ഇല്ലാണ്ട് ക്ലീൻ ആൻഡ് സേഫായി നിലനിർത്തുക എന്നുള്ളതാണ് ഫുഡ് ഹൈജീൻ എന്ന് പറയുന്നത്. ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് പ്രിവെൻറ്റ് ഡിസീസസ് ആൻഡ് ഫുഡ് പോയ്സണിങ്. നല്ല ഹൈജീൻ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്താ, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല, ഫുഡ് പോയ്സണിങ് ഉണ്ടാവില്ല. വാഷ് ഹാൻഡ്സ് ബിഫോർ കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ് ഒന്നാമത്തെ റൂളാണ്. കീപ് യൂട്ടൻസിൽസ് ആൻഡ് കിച്ചൺ സർഫസസ് ക്ലീൻ. മൂന്നാമത്തെ റൂള് സ്റ്റോർ കുക്ക്ഡ് ആൻഡ് റോ ഫുഡ് സെപ്പറേറ്റ്ലി. കുക്ക്ഡ് ഫുഡും റോ ഫുഡും വേറെ വേറെ സൂക്ഷിക്കുക. അതായത് പാചകം ചെയ്തതും പച്ചയ്ക്ക് വേവിക്കാത്തതുമായ സാധനങ്ങൾ വേറെ വേറെ സ്ഥലങ്ങളിലാണ് സൂക്ഷിക്കേണ്ടത്. യൂസ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത്. കവർ ഫുഡ് പ്രോപ്പർലി ടു പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം ഇൻസെക്ട്സ് ആൻഡ് ഡസ്റ്റ്. ഇൻസെക്റ്റ്, ഡസ്റ്റ് ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഐറ്റത്തെ കവർ ചെയ്യുക. ചെക്ക് എക്സ്പയറി ഡേറ്റ്സ് ഫ്രം യൂസിങ് പാക്കേജ്ഡ് ഫുഡ്. പാക്കേജ്ഡ് ഫുഡ് നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക. ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ ആണ്. ഫുഡ് പ്രിസർവേഷൻ കൊണ്ട് എന്താണ് ഗുണം? ഇറ്റ് ഇൻക്രീസസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഫുഡ്. ഭക്ഷണത്തിൻ്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നു. ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഫുഡ് സപ്ലൈ. ഭക്ഷണത്തിൻ്റെ ലഭ്യത എല്ലാ കാലത്തും ഉറപ്പുവരുത്തുന്നു. കാരണം സീസൺ അല്ലാത്ത സമയത്തും നമുക്ക് അത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമാകുന്നു. പ്രൊവൈഡ്സ് ഫുഡ് ഡ്യൂറിങ് നോൺ സീസണൽ പീരീഡ്സ്. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അതിന് മുമ്പ് പറഞ്ഞത് ഫുഡ് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യം രാജ്യത്തെമ്പാടും എല്ലായിടത്തും എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിന് സമയമെടുക്കുമല്ലോ. ഓക്കെ, ഇനി അടുത്ത പ്രിവെൻസ് ഹങ്കർ ആൻഡ് ഫുഡ് ഷോർട്ടേജ്. നമ്മുടെ വിശപ്പ് ഇല്ലാതാക്കാനായിട്ട്, ഫുഡ് ഷോർട്ടേജ് ഇല്ലാതാക്കാനായിട്ട്, പാവങ്ങളുടെ പട്ടിണി അകറ്റാനായിട്ടൊക്കെ ഇത് സഹായകരമാണ്. സപ്പോർട്ട്സ് ഫുഡ് ഇൻഡസ്ട്രീസ് ആൻഡ് ട്രേഡ്. ഫുഡ് ഇൻഡസ്ട്രീസ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന, ക്യാൻഡ് ഫുഡ് ഉണ്ടാക്കുന്ന മേഖലകൾ, അതിൻ്റെ ട്രേഡ് നടത്തുന്ന മേഖലകൾ ഒക്കെ വിജയകരമായി നടക്കണമെങ്കിൽ അഗ്രികൾച്ചറലിസ്റ്റുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് കേടായി പോകില്ല എന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതാണ് കാര്യം. തീർച്ചയായിട്ടും കൃഷി അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് അത് സഹായിക്കുന്നുണ്ട് ഫുഡ് പ്രിസർവേഷൻ. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇംപ്രോപ്പർ ഫുഡ് പ്രിസർവേഷൻ ആണ്. ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഡ്യൂ ടു എക്സസ് ഹീറ്റ് ഓർ കെമിക്കൽസ്. അമിതമായ ചൂട് കൊണ്ട് ന്യൂട്രിയൻസ് ഇല്ലാതായി പോകാം. അതാണ് നമ്മൾ ചൂടാക്കി നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള കുഴപ്പമില്ല. കെമിക്കൽസ് ചേർക്കുമ്പോഴും കുറച്ച് എക്സസ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രിയൻസിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. ഫുഡ് പോയ്സണിങ് ഡ്യൂ ടു പുവർ സ്റ്റോറേജ്. സൂക്ഷിച്ചു വയ്ക്കുന്നത് ശരിയല്ലെങ്കിൽ ഭക്ഷണം കേടാവാം. ചേഞ്ച് ഇൻ ടേസ്റ്റ്, ടെക്സ്ചർ ആൻഡ് കളർ. ടേസ്റ്റ്, ടെക്സ്ചർ, കളർ ഇതിലൊക്കെ മാറ്റം വരാം. സ്പോയിലേജ് ഇഫ് പ്രിസർവേഷൻ മെത്തേഡ്സ് ആർ നോട്ട് ഫോളോഡ് കറക്റ്റ്ലി. പ്രിസർവേഷൻ മെത്തേഡ് ശരിക്കും ഫോളോ ചെയ്തില്ലെങ്കിൽ കേടായിപ്പോലായിരിക്കും ഫലം. ഇനി അന്തിമമായി നമ്മൾ എന്ത് പറയാം? ഫുഡ് പ്രിസർവേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ഫുഡ് ഫ്രം സ്പോയിലേജ്, മെയിൻറ്റെയിൻസ് ന്യൂട്രീഷൻ ആൻഡ് റെഡ്യൂസസ് വേസ്റ്റേജ്. വേസ്റ്റേജ് കുറയ്ക്കുന്നു, സ്പോയിലേജ് കുറയ്ക്കുന്നു, ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ഗുണം. സേഫ് ഫുഡ് ഹാൻഡ്ലിംഗ് ആൻഡ് പ്രോപ്പർ പ്രിസർവേഷൻ മെത്തേഡ്സ് ഹെൽപ്പ് പീപ്പിൾ സ്റ്റേ ഹെൽത്തി ആൻഡ് എൻഷർ ഫുഡ് അവൈലബിലിറ്റി ത്രൂ ഔട്ട് ദി ഇയർ. ആരോഗ്യത്തോടെ ഇരിക്കാനും വർഷം മുഴുവനും ഫുഡ് അവൈലബിലിറ്റി ഉറപ്പുവരുത്താനും സഹായകരമാണ്. ഇനി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പാസ്ചറൈസേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ടാണ്. പാസ്ചറൈസേഷൻ വാസ് സ്പെസിഫിക്കലി ഡെവലപ്ഡ് ടു ഡിസ്ട്രോയ് ഹാംഫുൾ പാത്തോജൻസ് ഇൻ മിൽക്ക് സച്ച് ആസ് സാൽമണല്ല. പാല് പോലുള്ളവയിലാണ് പാസ്ചറൈസേഷൻ്റെ ഗുണമുണ്ടാവുക. സാൽമണല്ല ബാക്ടീരിയയെ നശിപ്പിക്കാനാണ്, ദോഷകാരികളാണ് ഇവ. അതുപോലെ ഈക്കോളി ബാക്ടീരിയ അതിനെ നശിപ്പിക്കാനായിട്ട്, ആൻഡ് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് TB എന്ന അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. ഇതിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് 100 ഡിഗ്രിയിൽ വെള്ളം ചൂടാക്കുന്ന അല്ലെങ്കിൽ പാല് തിളപ്പിക്കുന്ന രീതിയാണ്. മേക്കിംഗ് ഇറ്റ് സേഫ് ഫോർ ഹ്യൂമൻ കൺസംഷൻ ആൻഡ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസിങ്
ഫുഡ് ബോൺ ഇൽനസ്, ഭക്ഷ്യജന്യമായ അസുഖങ്ങളെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ലൂയി പാസ്റ്ററാണ് ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഒറിജിനലി ബൈ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ലൂയി പാസ്റ്റർ ഇൻ 1860s ടു പ്രിവെൻറ്റ് സ്പോയിലേജ് ഇൻ വൈൻ ആൻഡ് ബിയർ. വൈനിലെയും ബിയറിലെയും സ്പോയിലേജ് തടയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. പ്രോസസ് വാസ് ലേറ്റ്ലി വൈഡ്ലി അഡാപ്റ്റഡ് ഫോർ ദി ഡയറി ഇൻഡസ്ട്രി ടു കോമ്പാറ്റ് സിവിയർ ഔട്ട്ബ്രേക്സ് ഓഫ് മിൽക്ക് ബോൺ ഡിസീസസ്. പലപ്പോഴും പാലിൽ നിന്ന് ഉണ്ടാകുന്ന രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിനോട് പൊരുതാനായിട്ട് നമ്മൾ ഡയറി ഫാമുകളിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഈ പാസ്ചറൈസേഷൻ നമ്മൾ ഉപയോഗിച്ചു. പാസ്ചറൈസേഷൻ മേക്സ് മിൽക്ക് സേഫർ ഫോർ കൺസംഷൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ജേംസ് ഇൻ റോ മിൽക്ക്, പച്ചപ്പാൽ നേരിട്ട് പശുവിൻ്റെ പാല് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻ മേക്ക് യു ആൻഡ് യുവർ ഫാമിലി സിക്ക്. നമ്മുടെ കുടുംബത്തിനോ കുടുംബാംഗങ്ങൾക്കോ നമുക്കൊക്കെ അസുഖം ഉണ്ടാക്കാം. സൺ ഡ്രൈയിങ് ആണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. Sun drying is one of the oldest methods of food preservation. Frozen foods should not be repeatedly thawed and frozen, refrozen. തണുത്ത സാധനങ്ങൾ ആവർത്തിച്ച് തണുപ്പ് മാറ്റുകയും വീണ്ടും റീഫ്രോസൺ ചെയ്യുകയും ചെയ്യുന്ന രീതി നല്ലതല്ല. ഇനി അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് ഫുഡ്സ് ഇൻക്ലൂഡ് കേർഡ്. ഫെർമെൻറ്റഡ് ഫുഡ് ഏതൊക്കെയാണ് നമുക്കറിയാം. തൈര്, ഇഡ്ഡലി ബാറ്റർ, അത് മാവ്, ഇഡലിയുടെ ബാറ്റർ എന്ന് പറഞ്ഞാൽ ഇഡലി മാവ്, ആൻഡ് പിക്കിൾസ്, അതുപോലെ തന്നെ അച്ചാറുകളൊക്കെ ഫെർമെൻറ്റഡ് ആണ്. ഇനി ഫുഡ് സേഫ്റ്റി ഈസ് എസെൻഷ്യൽ ഫോർ ഗുഡ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. നല്ല ആരോഗ്യത്തിനും ന്യൂട്രീഷനും എപ്പോഴും ഫുഡ് സേഫ്റ്റി വളരെ അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ പലതവണ ആവർത്തിച്ച് കേൾക്കുകയും നോട്ട് തയ്യാറാക്കി പഠിക്കുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യമായി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു.